നമസ്കാരം സാർ എല്ലാ ബഹുമാനങ്ങളും നിലനിർത്തിക്കൊണ്ട് കേരളത്തിൻ്റെ ആഭ്യന്തര മന്ത്രി ശ്രീ രമേശ് ചെന്നിത്തല സാറിനോട് അപേക്ഷിക്കാനുള്ളത്, സാർ ഈ അടുത്ത സമയത്ത് മാധ്യമങ്ങൾക്ക് മുമ്പിൽ പറഞ്ഞ ഒരു വാക്ക്, നിയമം കയ്യിലെടുക്കാൻ ആരെയും അനുവദിക്കില്ല എന്ന്, അത് കർശനമായി നിയന്ത്രിക്കും എന്നാണ്. സാറിനോട് പറയാനുള്ളത്, സാർ നിയമം നടപ്പിലാക്കുന്ന കാര്യത്തിൽ കർശന നിലപാടെടുക്കണം. ഇന്ന് കേരളത്തിൻ്റെ വേദനയായി മാറിയ 1.5 വയസ്സുകാരൻ, ആ പിഞ്ചോമനയുടെ ശരീരത്തിൽ കാണുന്നത് 51 മുറിവുകളാണ്. 7 വാരിയല്ലുകൾ തകർന്നുപോയി. കാലിൽ തീ പൊള്ളിച്ചതിൻ്റെ പാടുണ്ട്. 2 കൈകളും ഒടിഞ്ഞും പോയി. ഇത്രയും ക്രൂരമായ ഒരു കുഞ്ഞിനെ കൊലപ്പെടുത്തിയ അഷ്കർ എന്ന് പറയുന്ന ദുഷ്ടനെ, അവന് വേണ്ടത്ര ശിക്ഷ വാങ്ങിക്കൊടുക്കാൻ സാറിൻ്റെ ഇടപെടൽ ഉണ്ടാകണം. സാർ, ആഭ്യന്തരം സാറിൻ്റെ കയ്യിലുള്ളിടത്തോളം സാറിന് ചെയ്യാൻ പറ്റുന്ന ഒന്ന്, ഈ അഷ്കറിൻ്റെ ആദ്യ ഭാര്യ, അവർ കൊടുത്ത 5 അതിലധികമോ പരാതികൾ തിരിഞ്ഞു നോക്കാത്ത പോലീസ് ഏമാന്മാരെ കുറിച്ചൊന്ന് അന്വേഷിക്കണം സാർ. അവർക്കെതിരെ നടപടി സ്വീകരിക്കണം സാർ. ഒരു പക്ഷേ ആ അന്നത്തെ കൊടുത്ത പരാതികളിൽ എന്തെങ്കിലുമൊക്കെ തിരിഞ്ഞു നോക്കിയിരുന്നു എങ്കിൽ, അഷ്കറിനെ സംരക്ഷിച്ചിരുന്നില്ല എങ്കിൽ, ഒരു പക്ഷേ ഈ കുഞ്ഞിൻ്റെ ജീവൻ നഷ്ടമാകുമായിരുന്നില്ല സാർ. ആ കുഞ്ഞനുഭവിച്ച വേദന ഓരോ സമയത്തും അതിൻ്റെ വാരിയലൊടിയുമ്പോഴും, അതിനെ മുറിവേൽപ്പിക്കുമ്പോഴും, പൊള്ളലേൽപ്പിക്കുമ്പോഴും ഒക്കെ അമ്മേ അമ്മേ എന്ന് പറഞ്ഞ് കരഞ്ഞിട്ടുണ്ടാവില്ലേ സാർ? ആ അമ്മയെന്ന് പറയുന്ന രാക്ഷസിയായ സ്ത്രീക്കും അവരെ സപ്പോർട്ട് ചെയ്തവരെയൊക്കെ നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവരാനുള്ള നടപടി സാർ സ്വീകരിക്കണം. ഇനിയും നമ്മുടെ നാട്ടിൽ ഈ കുഞ്ഞുങ്ങൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ ഉണ്ടാവാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം.